വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹെൽമെറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് റൈഡിന് ശേഷം കംപ്ലീറ്റ് അഴുക്കായിട്ടിരിക്കുകയാണ്. വൈസർ കംപ്ലീറ്റ് അഴുക്കുണ്ട്, അതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഷെല്ലും കംപ്ലീറ്റ്ലി ഒരു അഴുക്കുണ്ട്. പിന്നെ ഉള്ളിലും അത്യാവശ്യം ഞാൻ ഇത് മഴയത്ത് ഓടിച്ചായിരുന്നു, അത് കാരണം ഉള്ളിൽ ഈ സൈഡിലെല്ലാം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഈ ഹെൽമെറ്റ് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. സോ അതിനുവേണ്ടി ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ അകത്തുള്ള ഈ ഒരു ഇന്നർ പാർട്ട് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ വൈസറും കംപ്ലീറ്റ്ലി അഴുക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈസർ നമുക്കത് ഈ ഒരു ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വൈസർ റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വൈസർ ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ഹെൽമെറ്റും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലൊക്കെ നന്നായിട്ട് ഡിറ്റർജൻറ്റ് എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു TRMൻ്റെ ഈ ഒരു ഫോം സ്പ്രേ ആണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഷെല്ല് ആദ്യം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോം ഇതിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഹെൽമെറ്റ് പക്ക ക്ലീൻ ആവും. ഇതുപോലെ തന്നെ ഞാൻ ആ ഇൻറ്റീരിയറിലുള്ള പാഡൊക്കെ വെക്കുന്നതിന് മുമ്പ് ഞാൻ യൂഷ്വലി ഇതിനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. ജസ്റ്റ് ആ ഒരു ജെംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്പ്രേയിങ്ങിൽ അതൊക്കെ മാറിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും ഒരുപോലെ നമുക്ക് ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫേസ് ഇരിക്കുന്ന ഈ ഒരു ഏരിയയൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കൂടുതലും ജെംസൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ ഹെൽമെറ്റ് അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഫുൾ ഞാൻ ആ ഒരു ക്ലീനർ വെച്ച് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തുള്ള പാഡ്സ് എല്ലാം നമുക്ക് വയ്ക്കാം. നമ്മൾ ഉള്ളിലുള്ള പാഡ്സ് എല്ലാം വെച്ച് കഴിഞ്ഞു. ഹെൽമെറ്റ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി വൈസറും കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ വെച്ചാൽ മതി. ഞാൻ പിന്നെ ഈ ഒരു ക്ലീനിങ് ഫോം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇതിൽ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ജെംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ സ്പ്രേ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കിത് ഈസിയായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയാസ് ഇതിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഹെൽമെറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഉള്ളിൽ എപ്പോഴും നമ്മുടെ ഈ സ്വെറ്റ് കാരണം പലതരത്തിലുള്ള നമുക്ക് സ്കിന്നിലൊക്കെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ജെംസ് ഒരുപാടായി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ യൂഷ്വലി നല്ലൊരു റൈഡ് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും അത് ക്ലീൻ ചെയ്ത് വെക്കും ഹെൽമെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാനുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയുക. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ നമുക്ക് ആ ഒരു ഫോം സ്പ്രേ ചെയ്ത് വയ്ക്കാം. ഉള്ളിലുള്ള ഈ ഒരു ചീക്ക് പാഡിലൊക്കെ നമ്മൾ അത്യാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മുടെ ഫേസുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് വരുന്ന ആ ഒരു ഏരിയയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. 1 ഡേക്ക് മേളിലെടുത്തോ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഉണങ്ങി വരാൻ. അപ്പോൾ ഞാൻ ഫുൾ ഉണക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങി ഉറപ്പ് വരുത്തിയിട്ട് ഹെൽമെറ്റിനുള്ളിൽ അത് തിരിച്ച് ഫിക്സ് ചെയ്യാവും. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അത് അവിടെ ഇരുന്ന സ്മെല്ലൊക്കെ വരും. ഇതാകുമ്പോൾ പിന്നെ വേറെ കുഴപ്പമില്ല. കംപ്ലീറ്റ് നമ്മൾ ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം
ഇത് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എന്തായാലും താഴെ പറയുക. അതുപോലെ തന്നെ ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാൻ വേറെ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.